മരണം എപ്പോഴും വലിയ ദുഃഖമുണ്ടാക്കുമെങ്കിലും ആ സന്ദർഭത്തിലും നന്മയുടെ ആശ്വാസത്തിന്റെ ചില മുഖങ്ങൾ നമ്മൾ കാണാറുണ്ട്. കോഴിക്കോട് സ്നേഹതീരം വൃദ്ധസദനത്തിലെ അന്തേവാസിയായ സണ്ണി ജോസഫിന്റെ മരണാനന്തര ചടങ്ങുകളിൽ കണ്ടതും അങ്ങനെ കുറച്ച് മനുഷ്യരെയാണ്. ശ്വാസതടസ്സം മൂലം ജനുവരി 30 മരിച്ച സണ്ണിയുടെ മൃതദേഹം ബന്ധുക്കളൊന്നും എത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സംസ്കരിച്ചത്. എനിക്കാരുമില്ല. ഞാൻ മരിച്ചാൽ എന്നെ മോർച്ചറിയിൽ സൂക്ഷിക്കാതെ മറവ് ചെയ്യണം. സിദ്ദിഖ, നിങ്ങൾ എൻ്റെ മൃതദേഹം ഏറ്റെടുത്ത് മതാചാരപ്രകാരം തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇതായിരുന്നു സണ്ണിച്ചൻ്റെ അവസാന ആഗ്രഹം. ആദ്യത്തേത് നിയമതടസ്സങ്ങളാൽ സാധ്യമായില്ല. രണ്ടാമത്തെ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കാതെ സ്നേഹതീരത്തെ പ്രിയപ്പെട്ട സണ്ണിച്ചനെ യാത്രയാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ രേഖകളോ മറ്റോ ഇല്ലാത്തതുകൊണ്ട് തന്നെ മോർച്ചറിൽ വെക്കൽ നിർബന്ധമാണ്. കുടുംബത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു ഫറൂഖ് പോലീസിന്റെ നേതൃത്വത്തിൽ. പക്ഷേ അത് വിജയിച്ചില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അവരുടെ മതാചാരപ്രകാരം മറവ് ചെയ്യുക എന്നുള്ളത്. 2.5 വർഷമായിട്ടേ ഉള്ളൂ നമ്മുടെ അടുത്ത് വന്നിട്ട്. നല്ല ആക്റ്റീവായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് കളിക്കും, നന്നായിട്ട് വരയ്ക്കും. 30 വർഷത്തിലേറെയായി കോഴിക്കോട്ടെത്തിയിട്ട്. നല്ലൊരു പാട്ടുകാരനാണ്. അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് കണ്ണു നിറയുന്നു. അടിപൊളി സൂപ്പർ ആളാണ്. ലൈഫിൽ നമ്മളെ മുപ്പര് മോനപ്പുറം ഉണ്ടാകും. മുപ്പര് ഹൃദയം കൊണ്ട് അടുത്തൊരാളിന് മുമ്പ് 2014 മുതൽ 2021 വരെ എൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ ഒരു 60 വയസ്സ് വരെ എൻ്റെ കൂടെ ആയിരുന്നു പുള്ളി. നാട് ബേസിക്കലി ട്രോണ്ടങ്കാടെന്ന പുള്ളി പറഞ്ഞൊരറിവേ നമുക്കുള്ളൂ. ബന്ധുക്കളെ കാണണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് മടക്കം. എങ്കിലും വർഷങ്ങളായി ചേർത്തു നിർത്തിയ ഉറ്റവർ സണ്ണിച്ചനെ മരണത്തിലും തനിച്ചാക്കിയില്ല. ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ദൃശ്യ പുതിയടത്ത്, മീഡിയ 1, കോഴിക്കോട്.